പെട്രോളും പഞ്ചസാരയും തമ്മിൽ എന്താണ് ബന്ധം? പഞ്ചസാരയുടെ വില സർവകാല റെക്കോർഡിലെത്തിയതിന് പെട്രോൾ എങ്ങനെയാണ് കാരണമാകുന്നത്? പഞ്ചസാര ഇറക്കുമതിയിലൂടെ 1400 കോടിയിലേറെ രൂപയാണ് രാജ്യത്തിന് നഷ്ടമാകാൻ പോകുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും പഞ്ചസാര ഉപഭോഗം കുറക്കണം. പഞ്ചസാര ആരോഗ്യത്തിന് ഹാനികരമാണ്. അടുത്ത മൻ കി ബാത്തിലോ ചായ് പേ ചർച്ചയിലോ ഇങ്ങനൊരു ആഹ്വാനം ചിലപ്പോൾ നമ്മൾ കേട്ടേക്കാം. കാരണം പഞ്ചസാര വില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. 1 കിലോ പഞ്ചസാരയ്ക്ക് വിപണിയിൽ 62 മുതൽ 67 രൂപയോളമാണ് വില. ഒരു മാസം മുമ്പ് പഞ്ചസാരയുടെ വില 48 രൂപയായിരുന്നു. അതാണ് ഒറ്റയടിക്ക് 67 രൂപയിലേക്ക് എത്തുന്നത്. 25% വർധനവ്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഓണ സീസണാണ്. ഓണത്തിന് പായസമുണ്ട്, മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ട്. ആ വിഭവങ്ങൾക്കെല്ലാം പഞ്ചസാര അനിവാര്യമായ ഘടകമാണ്. അതായത് കേരളത്തിൽ പഞ്ചസാരയ്ക്ക് ഏറ്റവും ഡിമാൻഡുള്ള കാലമാണ് ഈ കാലം. ഈ കാലത്താണ് പഞ്ചസാരയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നത്. മറ്റ് സാധനങ്ങളുടെ വിലവർധനവിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലവർധനവ് പഞ്ചസാരയ്ക്ക് രേഖപ്പെടുത്തിയെന്നാണ് വ്യാപാരികൾ തന്നെ പറയുന്നത്. അവർ പറയുന്ന കാരണം പഞ്ചസാര കിട്ടാനില്ലത്രേ. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും പഞ്ചസാര വിലയുടെ വർധനവ് ഈ തരത്തിലാണ്. മഹാരാഷ്ട്രയാണ് കരിമ്പുൽപാദനത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സംസ്ഥാനം. ആ മഹാരാഷ്ട്രയിലെ വർധനവിൻ്റെ കണക്കറിയണ്ടേ? ഇപ്പോൾ ഹോൾസെയിൽ വില 57 രൂപയിലെത്തിയിരിക്കുന്നു. അത് ഏറ്റവും താഴെയുള്ള കടക്കാരിലേക്ക് എത്തുമ്പോൾ 65ഉം 67ഉമായി മാറും. ദില്ലിയിലും 58 രൂപയാണ് ഹോൾസെയിൽ വില. അവിടെയും റീറ്റെയിൽ വില എത്രയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. രാജ്യത്ത് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 32% വിലവർധനവാണ് പഞ്ചസാരയ്ക്ക് ഉണ്ടായത്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ വൻ ഇടിവ് സംഭവിച്ചു എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. അതിനൊരു കാരണം കൂടി വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് പെട്രോളും പഞ്ചസാരയുമായുള്ള ബന്ധം. രാജ്യത്ത് E20 പെട്രോളിനാണ് BJP സർക്കാർ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ചൂടേറിയ വിവാദങ്ങൾ രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തു. ഈ E20 പെട്രോൾ ഉണ്ടാക്കാൻ എഥനോൾ ആവശ്യമാണ്. എഥനോളിൻ്റെ നിർമ്മാണത്തിനായി കരിമ്പ് ഉപയോഗിക്കും. E20ക്ക് പ്രാധാന്യം നൽകിയതോടെ ഭൂരിഭാഗം കരിമ്പും E20യുടെ നിർമ്മാണത്തിലേക്ക് മാറ്റി. അതായത് പഞ്ചസാര നിർമ്മാണത്തിന് പ്രാമുഖ്യം ലഭിച്ചില്ല. ശരാശരി ഇന്ത്യക്കാരൻ്റെ നിത്യോപയോഗ സാധനമായ പഞ്ചസാരയ്ക്ക് പുല്ലുവില കേന്ദ്ര സർക്കാർ നൽകിയെന്നർത്ഥം. അതോടെ പഞ്ചസാരയുടെ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞു. ഉൽപ്പാദനം കുറഞ്ഞതോടെ ഡിമാൻഡുള്ള സമയത്ത് പഞ്ചസാരയുടെ വില വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു. അതായത് E20 പെട്രോൾ രാജ്യത്തെ വീടുകളിലെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചു എന്നർത്ഥം. കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ 30ഓടെ പഞ്ചസാര ശേഖരം 3 മില്യൺ ടണ്ണിലേക്ക് താഴും. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് ശേഖരമാണ് ഇതെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഗണേശ ചതുർത്ഥി, ദസറ, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ ഇതിന് പിന്നാലെ വരാനിരിക്കുന്നു. ഈ ആഘോഷങ്ങളെല്ലാം മധുരവുമായി ഉൾച്ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങളാണ്. മധുരപലഹാരങ്ങൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്കും ഡിമാൻഡ് കൂടും. ആ സമയത്ത് പഞ്ചസാര ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ഈ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും എന്നർത്ഥം. അതിനെ അതിജീവിക്കാൻ എന്നോണം ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 10 വർഷത്തിനിടെ ആദ്യമായി രാജ്യത്ത് പഞ്ചസാര ഇറക്കുമതിക്ക് നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 1 മില്യൺ ടൺ പഞ്ചസാരയാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. 1400 കോടിയിലേറെ രൂപയുടെ നഷ്ടം രാജ്യത്തിന് ഇതുമൂലമുണ്ടാകുന്നു. അതായത് ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിക്കുമ്പോഴും പഞ്ചസാര വില കുറയാൻ സാധ്യതയില്ല എന്നാണ് വിപണി കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പക്ഷേ പഞ്ചസാരയുടെ ലഭ്യത താൽക്കാലികമായെങ്കിലും ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകുന്നു. എങ്കിലും പ്രതിപക്ഷം ഇപ്പോൾ തന്നെ E20യുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. E20 പെട്രോളും പഞ്ചസാരയും എല്ലാം കൂടിച്ചേരുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട ഒരു ചേരുവയായി മാറും. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ചേരുവയായി ചിലപ്പോൾ ഇത് മാറിയേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്കും കേന്ദ്ര സർക്കാരിനും പഞ്ചസാര കൈപ്പേറിയതായി മാറുമോ എന്ന് കാത്തിരുന്നു കാണാം.